നല്ല ചൂട് ചോറും എന്ന് ഞാൻ പറയണില്ല, ചോറിത്തിരി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പയറുപ്പേരി അല്ലെങ്കിൽ പയറ് മെഴുക്ക് വരട്ടി എന്ന് പറയും. പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം, പിന്നെ നല്ല നാടൻ ചമ്മന്തിപ്പൊടി, തേങ്ങയും വറ്റൽമുളകും ഒക്കെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ചമ്മന്തിപ്പൊടി. പിന്നെ ഇതാ നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൊഞ്ച് റോസ്റ്റ്. പിന്നെ തേങ്ങ അരച്ച് വെച്ച അയലക്കറി. ഈ ഒരു ഊണ് ആർക്കാ ഇഷ്ടമല്ലാതിരിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് നാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മസാല ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴുകി തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കൊഞ്ചു കുട്ടന്മാരെ ചേർത്തിട്ട് കുറച്ച് നേരം ഇതിൽ മസാലയിലൊന്ന് കുളിപ്പിച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് നേരം മസാലയിൽ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കൊഞ്ചു കുട്ടന്മാരെയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കൊഞ്ചൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കുള്ള ചെറിയ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ അരിഞ്ഞിട്ടെടുത്താലും മതി. ഞാനിപ്പോൾ ഈ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ചോപ്പർ അടുക്കളയിൽ വലിയൊരു സഹായിയാണ് കേട്ടോ. തോരത്തിനരിയാനും ഇതേപോലെ ഉള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനൊക്കെ വലിയൊരു സഹായമാണ് ഈ ഒരു ചോപ്പർ കേട്ടോ. അപ്പോഴേക്കും എന്താ നമ്മുടെ കൊഞ്ചിലൊക്കെ നല്ല പോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ചൊക്കെ നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനിയിപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മളെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളിയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. വാടി വന്നാൽ പോരാ, നല്ല പോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കൊഞ്ച് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ദാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മസാലയൊക്കെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ഈ തക്കാളി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ വെള്ളം നല്ല പോലെ തിളച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഫ്രൈ ചെയ്ത കൊഞ്ചായതുകൊണ്ട് തന്നെ അധികം വേവൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ദാ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പാവയ്ക്ക കൊണ്ടാട്ടം ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമ്മുടെ പയർ, നീളം പയറാണ് കേട്ടോ, ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുഞ്ഞുള്ളിയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത്. പയർ അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മീൻകറിക്കുള്ളത് നോക്കാം. അപ്പോൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം.
ഈ സമയത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് നമുക്ക് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 2-3 കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ തേങ്ങയിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മതി. ഇനി നമുക്ക് പുളിവെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പുളിവെള്ളത്തിന് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എപ്പോഴും പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മീൻ കഷ്ണങ്ങളൊന്ന് മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അയല മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 3 അയലയാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 3 അയല എടുത്തിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ വെട്ടി നമുക്ക് തിളച്ച കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി നന്നായിട്ടൊന്ന് തിളച്ച് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കറിയൊക്കെ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ കറിയിലേക്ക് താളിച്ചൊഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പാം. അപ്പോൾ ചട്ടിയിലാണ് ചോറ് വിളമ്പുന്നത്. അതിനൊരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പയർ മെഴുക്ക് വരട്ടി ഇട്ട് കൊടുക്കാം. നല്ല നാടൻ പയറുപ്പേരിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കൊണ്ടാട്ടം വെച്ച് കൊടുക്കാം. പിന്നെ ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കൊഞ്ച് റോസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒഴിച്ചു കറിയായിട്ട് പച്ച തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അയലക്കറി. അപ്പോൾ ഇന്നത്തെ ഈ നാടൻ ഊണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.